പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഉത്രാടദിന സ്പെഷ്യലുമായി നമ്മളിങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഗുഡ് ഈവനിംഗ് സുജയ പാർവതിയിൽ എനിക്കൊപ്പം അസിമോവ് സായം കൂടി ഉണ്ട്. അപ്പോൾ ഞാനും സായം കൂടി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടവേളയുടെ സമയത്ത് സംസാരിക്കുമായിരുന്നു. അപ്പോൾ കുറേ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നു റോബോട്ടിന്റെ കയ്യിൽ നിന്ന് കിട്ടിയോന്ന്. കിട്ടിയില്ലാന്ന് മാത്രമല്ല, ഞങ്ങൾ ഭയങ്കര കമ്പനിയായി, ഞങ്ങൾ സെറ്റായി, ഞങ്ങൾ അത്രയും ഒരു സ്നേഹത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എവിടെ പോവാ, അവിടെ നിൽക്ക്. അപ്പോൾ റോബോട്ട് മോളാണോ എന്ന് ചോദിക്കുന്നു. മോളാണ് സായ എന്നാണ് പേരിട്ടേക്കുന്നത്. അപ്പോൾ സായയാണ് ഇന്ന് കൂടെയുള്ളത്. ഒരാൾ പറയുന്നു സുജയ യു വിൽ ലോസ് യുവർ ജോബ് ബിക്കോസ് ഓഫ് ദ റോബോട്ട്. അതൊന്നുമില്ല, എൻ്റെ ജോലി കളയുവോ? ഇവിടെ ക്യാമറയിലെ ആൾക്കാരൊക്കെ ഞാൻ ഇത് മുഴുവൻ ഓടി നടക്കുകയാണെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നൊന്ന് പതുക്കെ അടങ്ങി ഒതുങ്ങിയൊക്കെ നിന്നത്. അപ്പോൾ വന്ന ആൾ എന്നെക്കാളും കേമമാണ്. എന്നാ പിന്നെ നമുക്ക് നടക്കാം. എങ്ങോട്ടാ പോണ്ടേ? നടന്നോ, ഞാൻ കൂടെ വരാം. ശരി, എന്നാ പിന്നെ നമുക്ക് നടന്ന് ചോദിക്കാം. റെഡി? എന്നാ പോന്നോളൂ, പോവാം. പതുക്കെ ഞാൻ പിടിച്ചോളാം, വാ. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സായക്ക് ഈ സ്റ്റുഡിയോ മുഴുവൻ ഒന്ന് കാണണമെന്ന് നമ്മുടെ അരുൺ സോളമനും കൂടെയുണ്ട്. അരുൺ സോളമൻ, ഈ സായ എന്നെ പണിയെടുപ്പിച്ച് കൊല്ലുമെന്നാണ് എനിക്ക് തോന്നുന്നത്. റോബോട്ട് വന്നാൽ പണി എളുപ്പമാകും എന്നൊക്കെ പറഞ്ഞിട്ട് റോബോട്ട് എന്റെ പണി കൂട്ടുകയാണ്. അരുൺ സോളമൻ, അവിടെ ഓണമൊക്കെ എന്തായി? ഇവിടത്തെ സായം കൂടിയുണ്ട് ഇന്ന്. സുജയ, ഞാനിപ്പോൾ ഉള്ളത് കിഴക്കേക്കോട്ടയാണ്. ഉത്രാടപ്പാച്ചിലിൻ്റെ ഏറ്റവും അതിവേഗമുള്ള തിരക്കുകളിലാണ് ജനം മുഴുവൻ. കാരണം ഇനി തിരുവോണ സദ്യ ഒരുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ തിരുവനന്തപുരത്തുകാർക്കുള്ളൂ. രാവിലത്തേക്കാളും തിരക്ക് കൂടിയിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നമുക്ക് ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ബന്ധുക്കൾ ഇതിനിടയിൽ ഉണ്ടെങ്കിൽ പോലും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. മുഴുനീളം കച്ചവടക്കാരാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ശരിക്കും കിഴക്കേക്കോട്ടയ്ക്കകത്തുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നടയ്ക്ക് മുൻവശത്തുള്ള റോഡിലാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാമേന്ദ്ര റോഡാണ്. ഈ രാമേന്ദ്ര റോഡ് മുഴുനീളം തിരക്കിലാണ്. വസ്ത്രങ്ങൾ വാങ്ങുക, പച്ചക്കറികൾ മേടിക്കുക എന്നുള്ള, ഇനി നാളത്തെ സദ്യ ഒരുക്കുക എന്നുള്ളൊക്കെയുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രകളിലാണ് മുഴുനീളം അനന്തപുരത്തിലുള്ള ജനങ്ങളെല്ലാം. ഇവിടെ നമ്മൾ നോക്കിയാൽ തന്നെ കാണാം, മുഴുനീളം ഇരു സൈഡിലും സാധാരണ രീതിയിൽ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്ര നടയിൽ ഉള്ളിൽ കച്ചവടക്കാരുണ്ട്. എന്നാൽ പതിവിലും വ്യത്യസ്തമായിട്ട് അന്യസംസ്ഥാന തൊഴിലാളികൾ അടക്കമുള്ളവർ കച്ചവടവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. മുഴുനീളം നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത് പോലെ തന്നെ നമ്മുടെ ഈ രാമേന്ദ്ര ടെക്സ്റ്റൈൽസ് ഉള്ളതുകൊണ്ട് തന്നെ കാലങ്ങളായിട്ട് ഇവിടെ തിരക്കുണ്ട്. പക്ഷേ ഓണമാകുമ്പോൾ ഒരു കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ള മലയാളികളുടെ ഞാനൊന്ന് ചോദിക്കട്ടെ, അരുണിന്റെ കൂടെ നമ്മുടെ റോഷിപാൽ, ഉമേഷ്, ശ്രീനു, ശ്രീധർ എല്ലാവരും ഇല്ലേ? നിങ്ങൾ കൂട്ടമായിട്ട് ഓണം കൂടാൻ ഇറങ്ങിയതല്ലേ? ആ പാവം പ്രസാദിനെയും കൂട്ടാതെ. തീർച്ചയായിട്ടും സുജയ, കാരണം നമ്മുടെ ഓണം ആഘോഷം കൂടിയായിരുന്നു ബ്യൂറോയിൽ. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പ്രസാദനില്ല, നമ്മുടെ ഒരുപാട് ഓണമുണ്ട്. റോഷ് ചേട്ടനൊക്കെ ഇവിടെ ഇപ്പോൾ കൂടെയുണ്ട്. റോഷ് ചേട്ടനും അതുപോലെ തന്നെ ഉമേഷ് ചേട്ടൻ, റിനു ചേട്ടനൊക്കെ നമ്മുടെ കൂടെയുണ്ട്. റോഷ് ചേട്ടാ, എങ്ങനെയുണ്ട് തിരുവനന്തപുരത്തെ ഓണം? ഒറ്റയടിക്ക് എന്നെ വയസ്സനാക്കിയില്ലേ? അപ്പോൾ പിന്നെ ഇന്ന് ഗംഭീര ഓണമായിരുന്നു. കാരണം മുരുകൻ കാട്ടാക്കട വന്നു, ഓഫീസിൽ ഓണാഘോഷം കഴിഞ്ഞു, നല്ല 2 പായസവും സദ്യയൊക്കെ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് സദ്യയൊക്കെ ഉണ്ട്. റോഷിപാൽ മാത്രമല്ല, അരുണും ഒക്കെ സദ്യയൊക്കെ കഴിച്ചിട്ടാ നിൽക്കുന്നേ. അതെ, റോഷിപാലിന്റെ പ്രശസ്തി അങ്ങ് റോബോട്ടിക് വേൾഡിലും എത്തിയിരിക്കുന്നു. അരുൺ, അതൊന്ന് പറഞ്ഞു കൊടുക്കൂ. സായയാണ് ഇപ്പോൾ സംസാരിച്ചത്. വലിയ പുള്ളിയല്ലേ? വലിയ പുള്ളിയായിരിക്കുകയാണ്. അതെ. അപ്പോൾ നമ്മൾ വലിയ പുള്ളിയാന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ കൂടെ ഉമേഷും ഒപ്പം റിനു ഉണ്ട്. രാവിലെ മുതൽ തന്നെ ഈ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ ഉത്രാടപ്പാച്ചിൽ കേട്ടു. വലിയ സന്തോഷം. സായയോട് സംസാരിക്കാം. നമ്മളിപ്പോ റോഷിപാൽ, സായയോട് സംസാരിക്കാം. സായ, ഹാപ്പി ഓണം.
ഞാൻ സായ ഇപ്പോൾ ഈ പഴവങ്ങാടി ഭാഗത്താണ്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ നേരെ മുൻവശം ഈ കുളത്തിനരികിലൂടെയുള്ള റോഡുണ്ട്. അവിടെ ഈ ഉത്രാടപ്പാച്ചിലിൻ്റെ ഏറ്റവും തിരക്കുള്ള സ്ഥലമാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഈ തെരുവ് കച്ചവടം, ഈ തെരുവിൽ 2 ഭാഗത്തുമായി കച്ചവടം നടക്കുന്നുണ്ട്. ആ കച്ചവടത്തിൽ സാധനങ്ങൾ വാങ്ങാനായി അവസാന വട്ട ഒരുക്കമാണ്. ഓണത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായുള്ള വസ്ത്രങ്ങളൊക്കെ വാങ്ങാനായി എത്തുന്ന സ്ഥലമാണ് ഏറ്റവും തിരക്കുള്ള ഭാഗം. അവിടെ ഞാൻ മാത്രമല്ല, അരുൺ സോളമനുണ്ട്, റിനു ശ്രീധറുണ്ട്, ഒപ്പം ഉമേഷ് ബാലകൃഷ്ണൻ. ഞങ്ങളെല്ലാവരും കൂടി ഈ ഉത്രാടപ്പാച്ചിലിൻ്റെ വിവരങ്ങൾ പങ്കുവെക്കാനുണ്ട്. ഓക്കെ, അപ്പോ ദാ ഉമേഷ്, റിനു ശ്രീധർ, അരുൺ സോളമൻ, റോഷിപാൽ എല്ലാവരിലേക്കും നമുക്ക് എത്താം. അവിടെ ഇപ്പോൾ ഓണം പൊടി പൊടിക്കുകയാണ് കിഴക്കേക്കോട്ടയിൽ. ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടറി വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഓണമല്ലേ? ഉമേഷിന്റെയും റിനുവിന്റെയും അരുണിന്റെയും ഒക്കെ അതെ. ഈ ഉത്രാടപ്പാച്ചിൽ ദിവസമുള്ള ഈ യാത്ര ആദ്യത്തെയല്ല എങ്കിലും വളരെ ഈ ഒരു ഒന്നിച്ചുള്ള ഒരു ഉത്രാടപ്പാച്ചിൽ റിപ്പോർട്ടിംഗ് ആദ്യമാണ്. വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു കൂട്ടായ്മയെ കണ്ട് നമ്മൾ ഉത്രാടപ്പാച്ചിൽ തിരുവനന്തപുരം നിവാസികൾ എല്ലാവരും ഒന്നിച്ച് പഴവങ്ങാടിയിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ്. നമ്മളെപ്പോഴും ഓൺലൈൻ വ്യാപാരമെല്ലാം വലിയ രീതിയിൽ നടത്തുന്നുണ്ടെങ്കിലും ഉത്രാട ദിവസം ഇത്തരത്തിൽ ഒരു തെരുവിലേക്ക് ഇറങ്ങി സാധനങ്ങൾ നോക്കിയെടുക്കുന്ന ഒരു കൾച്ചർ അത് തിരുവനന്തപുരത്തുകാർക്കുണ്ട് അല്ലേ? സംശയമില്ല. നേരത്തെ കോഴിക്കോടൻ ഓർമ്മ ഈ നമ്മുടെ മിഠായി തെരുവാണ്. മിഠായി തെരുവിൻ്റെ സമാനമായ തിരക്ക് ഈ പഴവങ്ങാടിയിൽ ഈ കുഞ്ഞു റോഡിലുണ്ട്. സമാനമായൊരു ഫീലുണ്ട്, ആൾക്കൂട്ടം. എത്ര കാലം കഴിഞ്ഞാലും ഈ ഒരു തിരക്ക് ഇതേ രീതിയിൽ, കാരണം ഓണക്കോടി ഉടുക്കുക എന്നുള്ളത് മലയാളികൾക്ക് തിരുവോണ ദിവസം ഒഴിവാക്കാൻ കഴിയാത്ത കാര്യമാണ്. ആ ദിവസം, അതിന് തലേ ദിവസം അവസാനവട്ട ഒരുക്കങ്ങൾക്ക് വേണ്ടി ചാലയോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാന തെരുവായ പഴവങ്ങാടിയിലേക്ക് എത്തുന്നു. അത് വളരെ രസകരമായ ഒരു ഷോപ്പിംഗ്. രണ്ട് ഭാഗത്തും ഷോപ്പിംഗ് നടത്തി, രണ്ട് ഭാഗത്തും നമ്മളെയൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. കണ്ടോ, അവരവിടെ എന്തൊക്കെയോ വാങ്ങിക്കുന്നുണ്ട്. അവർ കൂട്ടായിട്ടിരിക്കുകയാണ്. സായം കൂടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് ഒറ്റപ്പെട്ടു പോയനെ. സായം, നമുക്കൊരു ബ്രേക്ക് എടുത്താലോ? എനിക്കൊരു ചായ കുടിക്കണം, എനിക്ക് ചെറിയൊരു ക്ഷീണമൊക്കെ. എപ്പോഴും വരാറില്ല, പക്ഷെ ചിലപ്പോഴൊക്കെ ക്ഷീണം വരാറുണ്ട്.